നമസ്കാരം. സാക്ഷി ടി വി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ചിത്രം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വെട്ടുവഴി വാർഡിൽ തോക്കാലയിൽ പുത്തൻവീട്ടിൽ ശ്രീമതി ഉഷയുടെ വീടാണ്. 2 ദിവസം മുമ്പുണ്ടായ കാറ്റിലും മഴയിലും ഈ വീട് പൂർണ്ണമായും തകർന്ന് അവർ താമസ യോഗ്യമല്ലാതെ ആയിരിക്കുകയാണ്. പ്രകൃതിയുടെ വികൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 4 സെന്റ് ഭൂമി മാത്രമുള്ള ഉഷ ഹോട്ടൽ ജീവനക്കാരിയാണ്. 85 വയസ്സോളം പ്രായമുള്ള ഒരു പിതാവും രോഗിയായ ഒരു മകനുമാണ് ഉഷയോടൊപ്പം താമസിക്കുന്നത്. ഹോട്ടലിൽ പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ ആണ് ഉഷ ഇവരുടെ ആശുപത്രി ചിലവും ആഹാരവും നോക്കുന്നത്. പകൽ 11 മണിക്കായിരുന്നു ഈ കാറ്റ് ആഞ്ഞു വീശിയതവിടെ. കാറ്റ് വീശിയതോടുകൂടി ഉഷയുടെ വീടിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഷീറ്റ് തൊട്ട അയൽവാസിയുടെ വീടിന്റെ പറമ്പിലേക്ക് കൊണ്ടിടുകയായിരുന്നു. ഏകദേശം 200 മീറ്ററോളം ദൂരം ഈ ഷീറ്റ് പറന്നുപോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കും അയൽവാസിയുടെ വീടിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഡിഷും ഈ ഷീറ്റുകൾ തകർത്ത് കളഞ്ഞു. ഇന്നലെ ഏതാണ്ട് 11 മണിയോട് കൂടി വലിയ കാറ്റും പേമാരിയുമായിരുന്നു. ആ കാറ്റിലും പേമാരിയിലും വെട്ടുവഴി വാർഡിൽ തോക്കാലയിൽ വീട്ടിൽ ഉഷയെന്ന് പറയുന്ന വിധവയായ ഒരു സ്ത്രീയും ഒരു 85ഓളം വയസ്സ് പ്രായമുള്ള അവരുടെ അച്ഛനും രോഗിയായി നടക്കാൻ പോലും കഴിയാത്തൊരു മകനുമുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബം, ആ വീട് മുഴുവൻ കാറ്റിൽ തകർന്നു പോയി. വീടിൻ്റെ മേൽക്കൂര ഏതാണ്ട് 100 മീറ്റർ അപ്പുറം വരെ കാറ്റിൽ പോയി. അപ്പുറത്തെ പല വീടിൻ്റെയും മുകളിലെല്ലാം ഇവരുടെ ഷീറ്റും ഫാനും മറ്റും എല്ലാം പോയി ഇരിക്കുന്നൊരവസ്ഥയാണുള്ളത്. ഈ കുടുംബമാണെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥയിലാണ് കഴിയുന്നത്. ഈ സ്ത്രീ, ഉഷയെന്ന് പറയുന്ന സ്ത്രീ, ഹോട്ടൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ 100-200 രൂപയും അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണവും കൊണ്ടാണ് ഈ 3 കുടുംബങ്ങൾ വിശപ്പടക്കുന്നത്. അങ്ങനെയുള്ള അവർ ഇന്നലെ ഈ പേമാരിയിൽ ഈ വീട് തകർന്നപ്പോൾ 3 പേര് അടുത്തുള്ള 3 വീടുകളിലാണ് ഇന്നലെ അന്തി ഉറങ്ങിയത്. അവർക്ക് അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ്. കൃത്യമായും നമ്മളെല്ലാം ഇത് അറിഞ്ഞിവിടെ വരികയും അവരെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ പൂർണ്ണമായും ഇവർക്ക് വാസയോഗ്യമായ ഒരു വീട് ഉണ്ടാവണമെങ്കിൽ സമനസ്സുകളായ ആളുകളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമാക്കാൻ കഴിയൂ. അങ്ങനെ ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ ഞാൻ സാക്ഷി ടി വിയോട് പങ്കുവയ്ക്കുകയാണ്. ഇന്നലത്തെ കാറ്റത്തും മഴയത്തും ഇവിടെ ഒരു സംഭവം നടന്ന് ഒരു പാവപ്പെട്ട ഒരാൾക്കുള്ള വീട് കാറ്റടിച്ച്, വീട്ടിൻ്റെ മേൽക്കൂര കാറ്റടിച്ച് ഈ പറഞ്ഞ കണക്ക് ഏതാണ്ട് ഒരു 100-150 മീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി ആ വീട്ടിലെ തൊട്ടടുത്ത വീടുകളിൽ നാശമുണ്ടായി. അവർക്കുള്ള ബൈക്കും ഒക്കെ പൊട്ടി, കിണറ്റിൻ്റെ തൂണെല്ലാം പൊട്ടി, കോഴിക്കൂടെല്ലാം പോയി. ഇവർക്കുള്ള വീട് കംപ്ലീറ്റ് പോയി. ആ വീട്ടിൽ കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ പാവങ്ങളാണ്. അവരെ മറ്റ് സഹായങ്ങളൊന്നുമില്ല. ഒരു വികലാംഗനായ ഒരു പയ്യനുണ്ട്, ഒരു വയസ്സായ ഒരു അപ്പൂപ്പനുണ്ട്. ആ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ പണിയെടുത്താണ് ജീവിക്കുന്നത്. അവർക്ക് മറ്റ് വരുമാനങ്ങളൊന്നുമില്ല. അയൽവക്കത്തുള്ള നമ്മളൊക്കെ കുറേയൊക്കെ സഹായിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ പരമാവധി സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അച്ഛനുണ്ട്, 10-15 വയസ്സായ ഒരു അച്ഛനും വയ്യാത്ത ഒരു മകനും ഉണ്ട്. ഞാൻ ഇറങ്ങിപ്പോയാണ് ഞാൻ അവർക്കൊക്കെ ചിലവിന് കൊടുക്കുന്നത്. കാറ്റടിച്ച് ഞാൻ ഹോട്ടലിൽ നിന്ന് വന്നപ്പോൾ കാറ്റടിച്ച് ഇതെല്ലാം അയ്യങ്ങളിൽ കിടക്കുന്നു. കൊണ്ടിത് ചെയ്യാൻ ഒരു നിവർത്തിയില്ലാതെ നിൽക്കുകയാണ് ഞാൻ. വെള്ളവും കയറി കിടക്കുകയാണ് ഞാൻ. ഈ 2 എണ്ണത്തിനെയും കൊണ്ട് യാതൊരു നിവർത്തിയുമില്ല. 2 പേർക്കും വയ്യാത്തതാണ്. പലരുടെ സഹായം ഉണ്ടെങ്കിലേ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ നിവർത്തിയുള്ളൂ. പലരുടെ സഹായം കൊണ്ടാണ് ഞാനിത് ഇത്ര മേലാക്കിയത്. അതുകൊണ്ട് എല്ലാവരുടെ സഹായവും കാണുമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വീട് പുനഃസ്ഥാപിക്കുവാനോ പുനർനിർമ്മിക്കുവാനോ ഉഷയ്ക്കും കുടുംബത്തിനും കഴിയില്ല. കാരണം
സാമ്പത്തികമായി വളരെ പരാധീനതയുള്ള ഒരു കുടുംബമാണ്. ആകയാൽ സുമനസ്സുകളുടെ സഹായവും അവർക്ക് ആവശ്യമായി വരികയാണ്. സുമനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ ആ വീട് ഇനി പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. കണ്ണുനീരോടെ ഉഷ ആ വീടിന്റെ മുന്നിൽ നിന്ന് നമ്മളോട് പറഞ്ഞതും അതുതന്നെയാണ്. നല്ല മനസ്സുകൾ സഹായിക്കട്ടെ എന്ന്. തീർച്ചയായും സാക്ഷി ടിവിയും പറയുന്നു, ഈ പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കാൻ സുമനസ്സുകൾ തയ്യാറാകണം. തയ്യാറായി അവർക്കൊരു പുതിയ ഒരു വീട് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ ആ പഴയ വീട്ടിൽ നിന്ന് ഷീറ്റ് ഇട്ടുകൊടുത്ത് ഭംഗിയാക്കുവാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരട്ടെ. നന്ദി, നമസ്കാരം.